thunderstorm. Sure, you'll get perfect picture about the sound effects after watching. ऊपर देखिए मैं बाइक ट्रेंडिंग जो यस क्योंकि और 10 मिनट में ये लोग बहुत बढ़ेगा. സ്റ്റുഡിയോയുടെ ഉള്ളിലാണ് ഡാൻസ് ബാറ് എല്ലാം സെറ്റ് ചെയ്യണ ഒരു സ്റ്റുഡിയോ. ക്ലബൊക്കെ ആയിട്ടും ഐറ്റം ഡാൻസൊക്കെ ഇതിനകത്ത് ഷൂട്ട് ചെയ്യും. ഗ്രീൻ മാറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ എന്താണ് വ്യത്യാസം, അത് എഡിറ്റ് ചെയ്ത് സ്ക്രീൻ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങളൊന്ന് കാണിക്കാനാണ് ഈ ഒരു ഷോ. ഈ ഒരു ലേഡിയാണ് അത് കാണിക്കാൻ നിൽക്കുന്നത്, പെർഫോം ചെയ്യാൻ നിൽക്കുന്നത്. നമുക്ക് കാണാം. ഈ ഒരു സ്റ്റുഡിയോയിലാണ് കണ്ടില്ലേ, ചുറ്റിനും ക്യാമറകളാണ്, ഫുൾ ചുറ്റിനും ക്യാമറകളാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഇതിനകത്ത് സെൻസർ എന്തോ കാര്യങ്ങളും ഡ്രസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണാനങ്ങനെയനുസരിച്ചാണ് സ്ക്രീനിൽ ആ ഒരു അവതാറിൻ്റെ രൂപം അനങ്ങുന്നതും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് റിയലായിട്ട് അതുപോലെ മേക്കപ്പൊക്കെ ചെയ്തായിരിക്കും. ഇത് ചുമ്മാ ഇത്രയും ഫെസിലിറ്റീസായി നമുക്ക് സിനിമയിൽ എന്ന് കാണിക്കുന്ന രീതിയിലാണ് അവർ എല്ലാം ഇവിടെ നമുക്ക് കൺമുന്നിൽ മിനിറ്റും തൊട്ട് മിനിറ്റ് ഇത് എഡിറ്റിംഗ് ഒന്നുമില്ല, ഡയറക്റ്റായിട്ടത് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവ്. കണ്ടില്ലേ ആ പെണ്ണ് എന്താ ചെയ്യുന്നത്, അതുപോലെ കാലിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് അവതാറിൻ്റെ ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് ചെയ്യുന്നത്. അടിപൊളിയല്ലേ, നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേക്കും വേറെ രൂപമായിരിക്കും. പിന്നെ ഇത് കണ്ടില്ല, ഇത് നമ്മൾ ചുമ്മാ ഗ്രീൻ ഒരു ഏരിയയിലേക്ക് ഇറങ്ങിയാൽ മതി, അവിടെ മൊത്തത്തിൽ നമ്മളൊരു UK വന്ന പോലെയാണ് കാണുന്നത്. കണ്ടില്ലേ, UK ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. സജിൻ സജിൻ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, വാ. ഫോറിൻ കൺട്രിയിൽ വന്നേക്കണേ ഞങ്ങൾ. ഇതേക്കും ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഹൈദരാബാദിൽ തന്നെ. അത്രയും ടെക്നിക്കാണ്. യൂറോപ്യൻ കൺട്രീസിലെ വീടുകളൊക്കെയാണ് അല്ലേ. ഇതിനകത്താണ് മറ്റേ അന്ന് പെയ്ത മഴയിൽ നിന്നും പറഞ്ഞ മറ്റേ ഉദ്യാനതാരത്തിലൊക്കെ ഷൂട്ട് ചെയ്തത്. മുന്നാബായി MBBSലെ ഹോസ്പിറ്റലായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങാണ്. എയർപോർട്ടാണ്. ഫ്ലൈറ്റിൽ അകം ഷൂട്ട് ചെയ്യുന്നതും പല സിനിമകളിലും ഇതിനകത്താണ്. ഒരു ഫ്ലൈറ്റ് മൊത്തത്തിലുണ്ട്, നമുക്ക് ഉള്ളിൽ ഫ്ലൈറ്റിലിരിക്കുന്നതായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഇതിനകത്താണ്. मूवी में दिखाते हैं. हाँ, सेम बिल्डिंग बैक साइड पीछे रहेगा मुन्नाबाई MBBS हॉस्पिटल. हमारा हॉस्पिटल में ट्रीटमेंट फ्री बट नो लाइफ ग्यारंटी. హాస్పిటల్లో ట్రీట్మెంట్ ఫ్రీ ఉంది, లైఫ్ గ్యారంటీ లేదు. ఎందుకంటే అందులో డాక్టర్లు ఉండరు, యాక్టర్లు ఉంటారు కాబట్టి లైఫ్ గ్యారంటీ లేదు. ഈ കാണുന്നത് മൾട്ടിപർപ്പസ് ബിൽഡിംഗ് ആണ്. ഇതിനകത്താണ് ചന്ദ്രമുഖിയിലെ ലക്ക അതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ മല്ലു സിംഗ് 2020, സൂര്യാംശ്, അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലൊക്കെ ആയിട്ട്. ഇത് ഹവാമഹലാണ്, രാജസ്ഥാനി ഒരു കലാരൂപം എന്നുള്ള പോലെ രാജസ്ഥാനി പാട്ടുകളൊക്കെ പാടി ഡാൻസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും രാജസ്ഥാനികളാണ് ഡാൻസ് ചെയ്യുന്നവർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഏരിയകൾ കാണാൻ പറ്റും. നമ്മുടെ രാമോജിറാവിൻ്റെ അത്യാവശ്യം ഒരുപാട് ഏരിയകൾ കാണാൻ പറ്റുന്നുണ്ട്. അല്ലേ, രാത്രി ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. പക്ഷെ നമുക്ക് രാത്രി എൻട്രൻസ് ഇല്ല ഇവിടെ. नाम क्या है? राकेश. कहाँ से? राजस्थान. आपका? कहाँ से? राजस्थान से. थैंक यू.
ഈ ഒരു ലൊക്കേഷനാണ് മറ്റേ റോക്ക് സ്റ്റാറിൽ നാദാം പരൻ്റെ എന്നുള്ള സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തത്. നല്ല ക്രൗഡിൽ പാടുന്ന പാട്ടില്ലേ ഗിറ്റാറൊക്കെ വെച്ച്. ഇത് അവരുടെ ഒരു തിയേറ്ററാണ്. അവരുടെ റാമുജിറാവ് ഷൂട്ട് ചെയ്ത സിനിമകളുടെ സെറ്റുകളും കാണിച്ചിട്ടുള്ളവർ, പിന്നെ എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടതെന്ന് കൂടി പറയാനായിട്ടുള്ളൊരു ചെറിയൊരു തിയേറ്റർ, എല്ലാം കാണിക്കുന്ന ഒരു തിയേറ്റർ റാമുജിറാവിനെ കുറിച്ചുള്ള. 1660 ഏക്കറിലാണ് റാമുജിറാവ് ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 3500 പരം സിനിമകൾ ഇതുവരെ ഇവിടെ ഷൂട്ട് ചെയ്ത് സിനിമയായിട്ടാണ്. ജപ്പാനീസ് മോഡലുള്ള ഒരു ഗാർഡനാണിത്. പോളി ഇപ്പോൾ ജപ്പാനിലൊന്നും പോകണ്ട, നമ്മുടെ ഇവിടെ തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. കറക്റ്റ് നമ്മൾ ആ പുറം നാട്ടിൽ ജപ്പാനിലൊക്കെ പോയ പോലത്തെ ഒരു സാധനം ചൈനയിലും ഇങ്ങനത്തെ ഒരു ഐറ്റമാണ്. തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷികളൊക്കെ കാണാനായിട്ട് പോകണത് ഇവിടെ. ആമ്പോ ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് ബേഡ്സ്. ഇന്ത്യയിലുള്ളതും വിദേശത്തുമുള്ളതായ ഒരുപാട് ബേഡ്സാണ് ഇവിടെ ഉള്ളത്. എനിക്കിതിനകത്ത് ഡിഫറെൻ്റായിട്ട് തോന്നിയതുണ്ട്, വേഴാമ്പലിൻ്റെ പല പല നിറത്തിലുള്ള വേഴാമ്പലുകളുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഭയങ്കര ലുക്കല്ലേ, ഭയങ്കര ഡിഫറെൻ്റ് ഐറ്റംസാണ് അതെല്ലാം. ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റിയാണ്. ഒരു കേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ താഴെ ഇവിടെ. തീരും വരുന്നവർ ഒരു എക്സ്ട്രാ പവർ ബാങ്ക് കൂടി എടുക്കണം. ഇതെന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ചുമ്മാ ഗുഹ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഇത് അടിപൊളിയാണ്. ട്രീകളൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡിൽ നിർത്തിയേക്കണത്. ഉച്ചയായി, അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി. ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണിയും ഒപ്പം ഒരു കുപ്പി വെള്ളവും കിട്ടും. ചിക്കൻ ബിരിയാണി വന്നത് 400, വെജ് ബിരിയാണി വന്നത് 350. മൂവീസൊക്കെ എങ്ങനെ മേക്ക് ചെയ്യണതിൻ്റെയൊക്കെ ഒരു ഷോ തിയേറ്ററൊക്കെ. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലായത്, എല്ലാവരും ഇരിക്കാൻ കാത്തിരിക്കണമായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇരിപ്പായി. ഇവിടെ വന്നപ്പോഴത്തേക്കും 3 പേരാരെങ്കിലും വരാൻ പറയും. അപ്പോൾ ഞാനൊരാൾ ചെന്നു, ഒരു ചെറിയ സിനിമയുടെ ഷൂട്ടിങ് പോലെ എന്ന് പറഞ്ഞപ്പോൾ ഗ്രീൻ മാറ്റിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സ്പോട്ട് തന്നെ അവർ എഡിറ്റ് ചെയ്യും, എങ്ങനെ സൗണ്ട് മിശ്രണം അതൊക്കെ എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു പെട്ടെന്നുള്ളൊരു വീഡിയോ കാണാം നമുക്ക്. ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ ബൈക്കിൽ കയറി ഇരിക്കുക, ഫോട്ടോക്കെ ഇട്ട് ഇരിക്കുക, നമ്മളൊരു ബാങ്ക് മോഷ്ടാക്കളാണ്, അപ്പോൾ നിങ്ങളുടെ കുറേ പോലീസ് ഓടി വരുമ്പോൾ എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ എന്ന രീതിയിൽ നമ്മളോട് ആക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയില്ല ഇതിൻ്റെ പുറകെ എന്തൊക്കെയാണെന്നുള്ളതറിയില്ല, നമുക്ക് ഇങ്ങനെ ഓടിച്ച് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മോശം നമ്മൾ മനസ്സിൽ ഡൂമാണ് ഇരിക്കണം, ഡൂമിനെ പോലെ ഇങ്ങനെ ആക്ട് ചെയ്ത് നോക്കി. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, എൻ്റെ കൂടെ നമ്മളിങ്ങനെ ചെയ്ത് ചുമ്മാ അനക്കിയത് വെറുതെ സ്റ്റാൻഡാണ്, അതിനകത്തിട്ട് അനക്കിയാൽ മതി. അനക്കിക്കൊണ്ടിരുന്ന ഇവർക്ക് മേലെ അവിടെ ഇരിക്കുന്നവർക്ക് മേലെ കാണാൻ ഓൺ ദ സ്പോട്ട് തന്നെ കാണാൻ പറ്റുന്നത് പോലീസ് ഓടിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നതാണ്. അതിൽ നമുക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഇത്ര പെട്ടെന്ന് ആണോ കണ്ടില്ല, മേലെ അത് നമ്മൾ ഓടിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. ആക്ടിങ് ഒന്നും വരെ നല്ല കോമഡി ആയിരുന്നു, ചിരിയാണ് വന്നത് അവർ പറഞ്ഞതിനനുസരിച്ച്. പിന്നെ ഞങ്ങളൊരു എൻജോയ് ചെയ്ത് എല്ലാവരും ചെയ്തു. Tell me
Which sound is this? Wind है हवा. നമ്മളെ കൊണ്ട് ചെയ്ത വീഡിയോന് ശബ്ദ മിശ്രണം ചെയ്യുന്നതാണ്. എന്നിട്ട് അത് സ്ക്രീനിൽ വരുമ്പോഴൊക്കെ എങ്ങനെയാണ് ശബ്ദം വരുന്നതൊക്കെ കാണിച്ച് നമ്മൾ രസമുണ്ട്. പല പല ഇതൊക്കെ ഉണ്ട്. ഫ്ലിക്സിയൊക്കെ ഇട്ടടിക്കുന്നുണ്ട് കാറ്റിൻ്റെ മൈക്കെടുത്ത് വെച്ച്. അതുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ട് ഇത് കാണിക്കുന്ന അഭിനയം ഒരു ഷോയാണ്. 2.5 മിനിറ്റുള്ള ഈ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് 800 കൊടുത്ത് നമുക്ക് മൊബൈലിലും കിട്ടും. ചിരിച്ചുണ്ടൊക്കെ അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. കോമഡി ആൾക്കാർക്ക് ഒന്ന് മുട്ടൻ ചിരിയാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് പോയിട്ട് തെലുങ്കാനയിൽ പോയിട്ട് സിനിമയിൽ അഭിനയിച്ച് 2.5 മിനിറ്റുള്ള അത് റാമിജുറ ഫിലിം സിറ്റിയിൽ തന്നെ അഭിനയിച്ച്. ഏഴ് മഹാത്ഭുതങ്ങളും ഇതിനകത്ത് പൊളിച്ചവനാണ്. അതല്ലേ ചൈനാവല്ലി ബുദ്ധി, കണ്ണടിച്ച് ലൈറ്റ്സിൻ്റെ സ്റ്റെപ്പാണ്. പേര് ഞാൻ പറഞ്ഞു. ഇത് സ്പെഷ്യൽ ഷോ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാണിച്ചു വേദിയാണ്. ഡാൻസ് പെർഫോമൻസ് ആണ് ഒന്നും പറയാൻ എല്ലാം. ആളെ മാറ്റിക്ക് കുറുപ്പേട്ട പൊട്ടിപ്പാറിന് അടിയാൻ നടക്കാൻ പോകും. ലൈവായിട്ടുള്ള പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. ലൈവായിട്ട് പെർഫോമൻസ് ഇങ്ങോട്ടും അറിയിച്ചു കഴിഞ്ഞാൽ അപകടം പറ്റും. പൊട്ടിപ്പാറിന് ഒരു 5 മണിയോടെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റത്തെ പരിപാടി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോൺ ക്ഷീണിച്ച് നടന്നു. പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു ടീം എടുക്കുന്നുണ്ട്. ഓരോ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. കാണാനുള്ള ഒരുപാട്. അങ്ങനെ രാവിലെ തുടങ്ങിയ റാമിജുറ ഫിലിം സിറ്റിയുടെ വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എവിടെ തുടങ്ങി അവിടെ തന്നെയാണ് വന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ കൂടാതെ ഇവിടുത്തെ എടുത്ത് പറയുന്നത് സർവീസ് ഒന്നും പറയാനില്ല. അതിഗംഭീരം. ടോയ്ലറ്റ്സ്, ഹോട്ടൽസ് എല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് കാണണമെന്നുള്ളത്. അത് വന്ന് കണ്ടു. വളരെ സന്തോഷം. ഇനിയിപ്പോൾ 1711 രൂപ മുടക്കിയതിന് ഉള്ള മുതലുണ്ട്. എങ്ങനെയാണ് നമുക്ക് സിനിമകൾ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് എന്തൊക്കെയാണ് സിനിമയെക്കുറിച്ച് എന്തൊക്കെയാണോ എല്ലാം അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വന്നാലും ഇവിടെ തൊട്ടടുത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വരാൻ പറ്റുന്നവർ വന്ന് കാണുക. രാവിലെ 9 മണിക്ക് കയറിയതാണ്. ഇപ്പോൾ 5 മണി കഴിഞ്ഞു എത്തിയിട്ട്. അപ്പോൾ നടന്ന് ഉപ്പാടും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ
കൂടെ ഒരാളെയും വിളിച്ചിട്ട് അല്ലേ നടന്ന് നടന്ന് ഉപ്പാടുള്ളത്. പൊന്നോ എന്താ പറയാ, സംഭവം കൊള്ളാം, പക്ഷേ നടക്കാനുണ്ട് ഒത്തിരി. മുഖമൊക്കെ ഉണ്ടല്ലോ വാടി വരണ്ട്. നാട്ടിൽ കൽപ്പണിക്ക് പോണ പോലെ ആയിപ്പോയി വെയിലത്ത്. സജിൻ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? കൊള്ളാം, സൂപ്പർ അല്ലേ? ഇനിയിപ്പോ ഫാമിലി ആയിട്ട് വരണ്ടേ? ഇനി ഫാമിലി ആയിട്ട് വരണം. അതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ആയിരിക്കുമല്ലോ. അതാണ് ഒരു അടുത്ത പരിപാടി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ സുലായ്. ഹൈദരാബാദിലെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ ഈ വണ്ടിയായിട്ട് പോവുകയാണ്.